ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് തടസ്സപ്പെട്ട അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിലെത്തി. സംഘർഷ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചതിന്റെ ഭാഗമായാണ് അബുദാബിയിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലെത്തിയത്. വാറാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൊബൈലിലൊക്കെ സർഫ് ചെയ്ത് നോക്കിയപ്പോഴാണ് സംഗതി കുറച്ച് സീരിയസ് ആണ്, എസ്കലേറ്റഡ് കണ്ടീഷനാണ്. വിത്തിൻ 5 minutes സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ശരിക്കും ഒരു ദൂരെ നിന്നൊരു വെടിക്കെട്ട് പൊട്ടണ പോലെ. അതെ, അപ്പം തന്നെ ഞങ്ങളൊക്കെ ആകെ അമ്പരന്നു, കണ്ണൊക്കെ നിറഞ്ഞു. വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇനിയിപ്പം എന്താവും എന്നറിയില്ല. അപ്പോഴേക്കും മോളിക്കോടെ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെയൊരു കണ്ടീഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ. അനിൽ ജോർജ് ചേരുന്ന വിശദാംശങ്ങളുമായി. അനിൽ ജോർജ്, ഈ മണിക്കൂറിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത, യാത്രക്കാരുടെ പ്രതികരണം വരുന്നുണ്ട്. എത്ര പേരുമായുള്ള വിമാനമാണ് ഇപ്പോൾ എത്തിയത്? അവിടുത്തെ സാഹചര്യം എന്താണ്? സോണ, ഏതാണ്ട് 200ഓളം പേരാണ് ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ എത്തിയത്. കൊച്ചിയിലേക്ക് എത്തിയ ഈ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും എത്തുന്ന ആദ്യത്തെ വിമാനം എന്നതായിരുന്നു ഇപ്പോൾ എത്തിയ എത്തിഹാദ് വിമാനത്തിലെ യാത്രക്കാർ എത്തിയത്. ഒരു ആശ്വാസകരമായ ഒരു സാഹചര്യം, വളരെ വികാരനിർഭരമായ സാഹചര്യങ്ങൾക്കാണ് ഈ എയർപോർട്ട് സാക്ഷ്യം വഹിച്ചത്. ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ വന്നെത്തുന്ന പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിക്കുകയും പലരും പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പലരും ആശ്വാസം കണ്ടെത്തിയ സാഹചര്യമായിരുന്നു. വലിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടിലുള്ള ബന്ധുക്കൾക്കായിരുന്നു കൂടുതൽ ആശങ്കയുണ്ടായിരുന്നത്. ചില യാത്രക്കാർ നമ്മളോട് പങ്കുവെക്കുന്നതനുസരിച്ച് ഇവിടെ നിന്ന് ആളുകൾ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര വലിയ ടെൻഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ചിലർ നേരെ തിരിച്ചും ആണ് പറയുകയും ചെയ്യുന്നത്. ഓരോരുത്തരും കടന്നു വന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഏതായാലും ഈ ഒരു വിമാനം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. ഇനിയുള്ള വിമാനങ്ങൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിലും കൃത്യത വന്നിട്ടുമില്ല. ഇപ്പോൾ എത്തിയ വിമാനം തന്നെ വളരെ താമസിച്ചായിരുന്നു എത്തിയത്. ഇന്ന് 2 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ 7 മണിയോടുകൂടി എത്തേണ്ടിയിരുന്ന വിമാനമായിരുന്നു. 5:15 അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ 10:08 ലാൻഡ് ചെയ്തത്. ഏതായാലും വളരെ ആശ്വാസകരമായ രീതിയിൽ നാട്ടിൽ എത്തിയ ഒരു ആശ്വാസം എല്ലാവരുടെയും മുഖങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. പലരും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, ഇസ്രായേലിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആളുകളായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കാനഡയിൽ നിന്ന് എത്തിയ ആ സ്ത്രീ ആണെങ്കിൽ അവർ കുട്ടിയെ തിരികെ കാനഡയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്തിയതായിരുന്നു. 5-ാം തീയതി അവർക്ക് തിരികെ പോകേണ്ടതായിരുന്നു. വലിയ സങ്കടകരമായ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായത്. പേടിച്ചുപോയി എന്ന് പറയുകയും ചെയ്തു. വന്ന് ആ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയ ഒരു സാഹചര്യം. പക്ഷേ മറ്റ് സാഹചര്യങ്ങളെല്ലാം, താമസ സൗകര്യവും അതുപോലെ മറ്റ് സാഹചര്യങ്ങളെല്ലാം വിമാന കമ്പനികൾ വളരെ കൃത്യമായി തന്നെ ഒരുക്കി നൽകിയെന്ന് എല്ലാ യാത്രക്കാരും പറയുന്നുണ്ട്. പക്ഷേ ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഓർത്ത് വലിയ ബുദ്ധിമുട്ടും പേടിയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആയിരുന്നു അവരെല്ലാം എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഒപ്പം തന്നെ നാട്ടിലുള്ള ബന്ധുക്കളും വലിയ ഭീതിയോടുകൂടിയായിരുന്നു കഴിഞ്ഞത്. അവർക്കെല്ലാം ഒരു ആശ്വാസം, ഒരു ചെറിയ സമൂഹത്തിന് വലിയ ആശ്വാസം നൽകിയ കുറച്ച് മണിക്കൂറുകളാണ് കടന്നുപോയത്. ഏതായാലും ആശ്വാസത്തിൽ എത്തിയ ആ യാത്രക്കാർ അവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു. അടുത്ത വിമാനം എത്തും എന്നുള്ള പ്രതീക്ഷയിൽ മറ്റ് ആ വിമാനങ്ങളിൽ വരാനുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കളൊക്കെ കുറച്ച് ആളുകൾ കൂടി ഇവിടെ കാത്തിരിപ്പുണ്ട്. പക്ഷേ അടുത്ത വിമാനങ്ങൾ എപ്പോൾ എത്തും? ആശ്വാസകരമായ വാർത്ത, അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.